സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 27/24 2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ഒരു പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാണ്, ചെക്ക് ചെയ്ത് നോക്കാം. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് നമ്മൾ ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല സമരം നടത്തിയ നേതാവ്. എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആര്? താത്തിയ തോപ്പി ആണോ? ഓപ്ഷൻ സി, താത്തിയ തോപ്പി. അടുത്ത ചോദ്യം, പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉദ്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം. പുരാതന കാലത്ത് കേരളവുമായിട്ട് യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉദ്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം. ഓപ്ഷൻ ഡി ആണ് പട്ടണം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഇവിടെ ഏതൊക്കെ സമരങ്ങളാണ് നൽകിയിരിക്കുന്നത്? നിസ്സഹരണ പ്രസ്ഥാനം, ഗേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഇതിൽ ശരിയായിട്ടുള്ള ക്രമം തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 3, 2, 1, 4. അപ്പോ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം 1917 ഗേദ സത്യാഗ്രഹം 1918 നടന്നത്. ഗേദ സത്യാഗ്രഹം 1918. ഇനി ഒന്നാമത്തേത് നിസ്സഹരണ പ്രസ്ഥാനമോ 1920. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. അപ്പോൾ നിസ്സഹരണ പ്രസ്ഥാനം നടന്നത് 1920, ഗേദ സത്യാഗ്രഹം 1918, ചമ്പാരൻ സത്യാഗ്രഹം 1917, സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. ഈ വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ചോദ്യം, 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. 2023 എത്രാമത്തെ ജന്മവാർഷികമാണ്? 150-ാമത്തെ ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. 2023 150-ാമത്തെ ജന്മവാർഷികം ആചരിച്ചത്. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്ര തട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരി എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2 മാത്രമാണ് ശരി. 1, 2 ശരിയാണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ശരിയാണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗം ഭൂവൽക്കമാണ്. സമുദ്ര തട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. സമുദ്ര തട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അടുത്ത ചോദ്യം, തിരമാലകൾ എന്നാൽ ഏതാണ് ഉത്തരം വരുന്നത്? തിരമാലകൾ എന്താണ്? ഓപ്ഷൻ സി ആണ്. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീര സമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു.
താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീര സമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള സൂചന ഏത് എന്നതാണ്. തെറ്റായിട്ടുള്ള സൂചന ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തേത് തെറ്റായിട്ടുള്ള സൂചനയാണ്. ഇനി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നത് ശരിയാണ്. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു, അതും ശരിയാണ്. പത്താമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 10 PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രം. ഇവിടെ തന്നിരിക്കുന്നു പുക താഴ്വര, മണികരൺ, ദിഗ്ബോയ്, അങ്കലേശ്വർ. ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രം ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. പുക താഴ്വര അതുപോലെ മണികരൺ എന്നത് ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ്. അടുത്തത് 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ്. ഓപ്ഷൻ സി മിഷോങ്. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്ന് ആഗോളവൽക്കരണം. ഓപ്ഷൻ എ ആണ് പുറം പണിക്കാർ. അടുത്തത് GST നിലവിൽ വന്നത് എന്നാണ്? GST ഓപ്ഷൻ സി ജൂലൈ 2017 ആണ്. ജൂലൈ 2017. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ചോദിച്ചിരിക്കുന്നത് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ്. ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നു ഇവ ഒന്നുമല്ല. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹരിത വിപ്ലവവുമായിട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അതുപോലെ അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ശരിയാണ്. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ന്യൂ എക്കോണമിക് പോളിസി 1991 യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. യോജിക്കാത്തത് ഏത് എന്നാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ് എന്നതാണ് യോജിക്കാത്തത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇതിൽ നയങ്ങളെ 2ആയിട്ട് തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കാരങ്ങൾ. ഇനി സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവു ശിക്ഷണത്തിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം, നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും ഇവ എല്ലാം. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം എന്നതാണ്. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് ഓപ്ഷൻ എ ആണ്. 28 ഓഗസ്റ്റ് 2014 2014 ഓഗസ്റ്റ് 28 PMJDY പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് 2014 ഓഗസ്റ്റ് 28.
താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മാർഗനിർദ്ദേശങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് സ്വീകരിച്ചത്. ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചത്. അതുപോലെ കോടതിയെ സമീപിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നതല്ല. അടുത്ത ചോദ്യം, സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത്? സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി ആണ്. അനുച്ഛേദം 248 ആണ്. അനുച്ഛേദം 248. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. തന്നിരിക്കുന്നു, സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളോട് ശരിയായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 1ഉം 2ഉം ശരിയാണ്. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. അടുത്ത ചോദ്യം, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ്. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു, 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി എന്നിവ ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ഇവിടെ പറഞ്ഞിരിക്കുന്നത് 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു എന്നതാണ്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. അതുപോലെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 42ാമത് ഭേദഗതിയിലൂടെയാണ്. മൗലിക കടമകൾ 42ാമത് ഭേദഗതി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. എയും ബിയും ശരിയാണ്. എയും ബിയും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ശരിയാണ്. 1946 ഡിസംബർ 9.
ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ശരിയാണ്, 207 ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7 എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 9 വനിതകളാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? 1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. അന്തരിച്ചത് 2023 നവംബർ 22. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ശരിയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി ശരിയാണ്. ഇവിടെ 1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി എന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് വർഷമാണ്? 1989 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായത്. അന്തരിച്ചത് ഏത് ദിവസമാണ്? അന്തരിച്ചത് 2023 നവംബർ 23. 2023 നവംബർ 23 തീയതിയാണ് അന്തരിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 358 ആണ്. ആർട്ടിക്കിൾ 358. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നതുമായി സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358. നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? നിലവിലെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ ആണ്. അജയ് കുമാർ ആണ് നിലവിലെ UPSC ചെയർമാൻ. അജയ് കുമാർ. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ് എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്. പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ഫെബ്രുവരി 19 ഫെബ്രുവരി 19 പഞ്ചായത്ത് രാജ് ദിനമായിട്ട് കേരളത്തിൽ ആചരിക്കുന്നത്. ഫെബ്രുവരി 19. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 28 നമ്പർ ആക്ടാണ്. 2008 28 നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ രംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ രംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്? പാർക്കിൻസൺസ് രോഗമുണ്ടാകുന്നത് ഡോപ്പമിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ്. പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത് ഡോപ്പമിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3, 4 എന്നിവ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നു. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം ശരിയാണ്. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു ശരിയാണ്.
RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? RNA-യിൽ കാണപ്പെടാത്തത് തൈമിൻ ആണ്. തൈമിൻ. ദേശീയ പഞ്ചായത്ത് രാജ് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ചെറുതനയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതന. 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ഡ്രൂ വെയ്സ്മാൻ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? റേഡിയോ വേവ്സ് ആണ്. റേഡിയോ തരംഗം. 39 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് 11.2 km/s. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G = 10 m/s². അന്തരീക്ഷ മർദ്ദം = 180 m. സാന്ദ്രത 10⁻³ kg/m³. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 280 m. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? മനുഷ്യരക്തത്തിന്റെ pH മൂല്യം 7.4 ആണ്. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം 7.4. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കേണ്ട ലോഹം. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കേണ്ട ലോഹം നിക്കലാണ്. നിക്കൽ. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ബോയിൽ നിയമം. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? 0. ഹീലിയമാണ്. ഹീലിയം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കൂടിയാട്ടമാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം. ഒളിമ്പിക്സിലെ ആദ്യത്തെ ടീം മത്സര ഇനം ഫുട്ബോൾ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി. ആശയഗംഭീരൻ കുമാരനാശാൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഭാഷതൻ. ആരുടെ വാക്കുകൾ? വള്ളത്തോൾ. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ H9N2. അടുത്ത് വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. ഉത്തരങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 52 ഓപ്ഷൻ എ. 53ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 54 ഓപ്ഷൻ ഡി. 55 ഓപ്ഷൻ സി. 56ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 57 ഓപ്ഷൻ എ. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 59 ഓപ്ഷൻ ബി. 60 ഓപ്ഷൻ സി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കണ്ടെയ്ൻസ് എ gerund? ഓപ്ഷൻ സി. ഹി എൻജോയ്സ് പ്ലേയിങ് സോസർ. പ്ലേയിങ് സോസർ. That was dash disappointment, but we managed to get dash room across dash hall from it. Option B. That was a disappointment, but we managed to get the room across the hall from it. As soon as he came, he made sure that everything was all right. Change into a negative sentence without changing its meaning. No sooner did he come than he made sure that everything was all right.
If James dash enough money, he dash buy a new car next year. Option A. If James had enough money, he would buy a new car next year. He was absent dash he was sick. He was absent because he was sick. 66-ാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 67-ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ സി, DISCREPANCY. His speech has taken the wind out of my sails, made my words or actions ineffective. They said, let us come in. They requested me to let them come in. A speech made by someone for the first time. Maiden speech. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങൾ. ശരിയായ പ്രയോഗം ഏത്? ശരിയായ പ്രയോഗം 1ഉം 3ഉം ശരിയാണ്. 10 തെങ്ങ്, 100 പുസ്തകം എന്നിവ ശരിയാണ്. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം നേത്രി. മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3ഉം 4ഉം ശരിയാണ്. തൈജസ കീടം, ഗദ്യോതം. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രം ശരിയാണ്. വഞ്ചകൻ. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. അർത്ഥം വിത്തം. ശരിയായ വാക്കുകൾ ഏത്? ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരിയാണ്. രക്ഷാകർത്താവ്, ഹാർദം. ഫാഷൻ മോങ് എന്ന പദത്തിന്റെ ഉചിതമായ തർജ്ജമ ഏത്? ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരിയാണ്. അഴകിയ രാവണൻ. കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. കഥാസാരം. പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്. ഓപ്ഷൻ എ 1ഉം 3ഉം ശരിയാണ്. പിൻ പ്ലസ് കാലം, കണ്ണ് പ്ലസ് നീര്. അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ ഡി 4 മാത്രം ശരിയാണ്. ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. ഇനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് എന്ന തസ്തികയിലേക്കായിട്ടുള്ള സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ് ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ബോർഡിലോൺ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? ആഞ്ഞിലി. ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? WWF. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭോപ്പാൽ. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? തിമിംഗല സ്രാവ്. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതമില്ലാത്ത സ്ഥലം ഏത്? വയനാട്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരമേതാണ്? ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ചൂലന്നൂർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്തൊരു ജില്ല ഏത്? കാസർഗോഡ്. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ചെന്നൈ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി.
കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961. എന്താണ് NTFP? തടിയിതര വനോൽപ്പന്നങ്ങൾ. പ്രോജക്റ്റ് എലഫന്റ് ആരംഭിച്ച വർഷമേത്? 1992. IT നിയമത്തിൽ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്ററികൾ സംരക്ഷിക്കുവാനുള്ള ശ്രമമാണ്. ഓപ്ഷൻ ബി സെക്ഷൻ 65. അവസാനത്തെ ചോദ്യം, ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപഭോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതുമായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? ഓപ്ഷൻ സി സെക്ഷൻ 66. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് 2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയത്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്